Hello everyone, I'm Kubra. ഞാൻ Prepwise ഹ്യൂമാനിറ്റീസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉള്ളൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ഫാക്കൽറ്റീസ് ഈച്ച് ആൻഡ് എവ്രി വൺ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി മൈ ഫസ്റ്റ് മെന്റർ അക്സ മാമിന്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു സംഭവം തന്നെ ആയിരുന്നു മാമിന്റെ. കാരണം എനിക്ക് BA ക്രിമിനോളജി എടുക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റീസോ കോളേജസോ ഏതാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പം മാം എനിക്ക് വേണ്ടിയിട്ട് ഡേ ആൻഡ് നൈറ്റ് ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്ത് എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ മാം എനിക്ക് കണ്ടുപിടിച്ച് തന്നു. എന്നെക്കാൾ കൂടുതൽ മാം അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന് മാമിന് ഒരു ബിഗ് താങ്ക്സ്. അതിന് പിന്നെ എൻ്റെ റീസെന്റ് ആയിട്ട് എൻ്റെ ന്യൂ മെന്റർ ഫസൽ സാർ CUT ആയിട്ട് സംബന്ധിച്ച് എല്ലാ ഡൗട്ട്സും സാറ് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ പിന്നെ അബേ സാർ, നമ്മുടെ ലൈവ് സെക്ഷനിൽ വരുന്ന എല്ലാ സാറുമാരും കിടുക്കാച്ചയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ CUT എക്സാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 7 എക്സാംസ് ഉണ്ടായിരുന്നു, സബ്ജക്ട്സ് ഉണ്ടായിരുന്നു, എല്ലാം എനിക്ക് കഴിഞ്ഞു, കംപ്ലീറ്റഡ് ആയി. CUT ഇനി റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും നമ്മൾക്ക് Prepwise നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്ന ക്ലാസ്സസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾ നന്നായിട്ട് ആ ക്ലാസ്സസ് ഒക്കെ ശ്രദ്ധിക്കുക. വാല്യൂ ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പൊ ജനറൽ ടെസ്റ്റ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഇംഗ്ലീഷ് എല്ലാം ഭയങ്കര യൂസ്ഫുൾ വാല്യൂ ആയിട്ടുള്ള നോട്ട്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ എനിക്ക് പെട്ടെന്നായിരുന്നു 15th എല്ലാം സബ്ജക്റ്റും ഫസ്റ്റ് സ്ലോട്ട് സെക്കൻഡ് സ്ലോട്ട് എന്ന് വെച്ചിട്ട് പെട്ടെന്നായിരുന്നു എക്സാം ആയിരുന്നത്. സോ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയിപ്പോയി. അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷൻ ആയിരുന്നു എനിക്ക്. പക്ഷെ അബേ സാറ്, ഫസൽ സാർ, അക്സ മാം എല്ലാവരും മെന്റലി നല്ലൊരു സപ്പോർട്ട് തന്നെ ആയിരുന്നു നമ്മുടെ മെന്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എക്സാം കുറച്ചും കൂടി നന്നായി ജോളി ആയിട്ട് എഴുതാൻ പറ്റി. കിട്ടും എന്ന് ചെറിയൊരു പ്രതീക്ഷ. പിന്നെ ഏത് എക്സാം ആവുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈവ് ക്ലിയർ സെക്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ മെന്റേഴ്സിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. അതിനൊരു പേടിയോ മടിയോ അങ്ങനത്തെ ഒരു ടീച്ചേഴ്സിനോട് മെന്റേഴ്സിനോട് ചോദിച്ചാൽ അവർ ചീത്ത പറയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല നമുക്ക് നമ്മുടെ ഒരു ബ്രദറിനോട് സിസ്റ്ററിനോട് ചോദിക്കുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ മോക്ക് ടെസ്റ്റുകൾ, Prepwise ടെസ്റ്റുകൾ, അതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് പറയുകയാണെങ്കിലും നമ്മൾക്ക് ജനറൽ ടെസ്റ്റിനൊക്കെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് ജനറൽ ടെസ്റ്റിൽ. GK വന്നിട്ടുണ്ട്, പൊളിറ്റിക്കൽ സയൻസിന് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മോക്ക് ടെസ്റ്റിൽ എടുത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വാല്യൂ ആഡഡ് നോട്ട്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും Prepwise പഠിച്ചത് കൊണ്ട് അതിൽ ചേർന്നത് കൊണ്ട് നല്ല ബെനിഫിറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ഈ ബാച്ച്, അടുത്ത ബാച്ചിത്തെ പിള്ളേരെന്ന് പറയുന്നത് ഞങ്ങളുടെ അനിയന്മാരൊക്കെ ആയിരിക്കും. അപ്പൊ അവരൊക്കെ നന്നായിട്ട് പഠിച്ച് CUT ക്രാക്ക് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എത്രയൊക്കെ നമ്മൾ പഠിച്ചു പോയി എന്ന് പറഞ്ഞാലും എൻട്രൻസ് എക്സാം അതിൻ്റെതായ ഇപ്പൊ ഞാൻ എൻ്റെ സെന്ററിൽ കുറെ പിള്ളേരുണ്ടായിരുന്നു. 1-2 ഒരു 100 പിള്ളേരായിരുന്നില്ല എൻ്റെ കൂടെ എക്സാം എഴുതാണ്ടായിരുന്നു. കുറെ പിള്ളേരുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് പേടിയായി. അയ്യോ ഇനി എന്ത് പറ്റും. പക്ഷെ നമുക്ക് നമ്മളുടെ CUT എന്ന് പറയുന്ന എക്സാം നമ്മൾ ഇരുന്ന് കൂളായി അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വന്ന് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാ വന്നത്. ഫസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എനിക്ക് പറയുമ്പോൾ ജനറൽ ടെസ്റ്റ് എനിക്ക് ഏറ്റവും പേടിയായിരുന്നു. അസ്ക മാമിനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, മാം എനിക്ക് ജനറൽ ടെസ്റ്റ് ഭയങ്കര പേടിയാണ്. മാം പറയും കുഴപ്പമില്ല, അത് ശരിയാക്കാം, മോക്ക് ടെസ്റ്റ് എടുത്താലും എനിക്കതിൽ മാർക്ക് കിട്ടിയാൽ പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത്. പക്ഷെ ഇപ്പൊ CUT എക്സാം എഴുതിയപ്പോ എനിക്കത് ഞാൻ പ്രതീക്ഷിച്ച അത്ര ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങൾ നിങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.